നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ KL ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരിയിൽ, വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര, അനിൽ കുനിയത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, VK വേലുക്കുട്ടി, ജസ്റ്റിൻ ആറ്റുപുറം, ലൂവീസ് പൊന്തോക്കൻ എന്നിവർ പ്രസംഗിച്ചു. DCC സെക്രട്ടറിയായി നിയമിതനായ KM ബാബുരാജിന് സ്വീകരണം നൽകി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. കളമശ്ശേരി SITTR ജോയിന്റ് ഡയറക്ടർ KG സിനിമോൾ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് റീജിയൻ ഹെഡ് R ജിതി, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PA സോളമൻ, വിദ്യാർത്ഥി പ്രതിനിധി മുഹമ്മദ് നജൽ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉൾപ്പെടെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഇൻഡസ്ട്രി അക്കാദമിയ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, അതായത് പ്രവർത്തിന്മുഖ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും പ്രോജക്റ്റ് ഓറിയൻറ്റഡും റിസർച്ച് ഓറിയൻറ്റഡുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവത പകർന്നുകൊണ്ടുമെല്ലാം കരിക്കുലം പരിഷ്കരണവും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള സിലബസ് പരിഷ്കരണവും ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയായി ഞാൻ കരുതുകയാണ്. വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഏറ്റവും അധികം ഉത്സാഹം കാണിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ബ്രിട്ടന്റെ മകൾ പത്മശ്രീ പെബിത സേത്ത് ഇനി ഇന്ത്യക്ക് സ്വന്തം. കളക്ട്രേറ്റിൽ നടന്ന പൗരത്വരേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പെബിത സേത്ത് പൗരത്വരേഖകൾ ഏറ്റുവാങ്ങി. ആനയെയും പൂരത്തെയും കാവിനെയും കേരള സംസ്കാരത്തെയും കലയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പെബിത സേത്തിന് ഇത് അഭിമാനത്തിന്റെ നിമിഷം. തന്റെ 84-ാം വയസ്സിൽ ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് പെബിത സേത്ത് പറഞ്ഞു. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള പെബിതയുടെ ആഗ്രഹത്തിന് ഇതോടെ ഔദ്യോഗിക അംഗീകാരമായി. പൗരത്വരേഖ കൈമാറ്റത്തെ അപൂർവമായ നിമിഷമെന്നാണ് ജില്ലാ കളക്ടർ വിശേഷിപ്പിച്ചത്. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡും ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയായി. കേരള സംസ്കാരത്തെയും കലയെയും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാണിച്ച പെബിതയെ 2012-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന അമ്മയുടെ മുത്തച്ഛന്റെ ഡയറിയിൽ നിന്ന് ഇന്ത്യയെ അറിഞ്ഞ പെബിത തന്റെ 27-ാമത്തെ വയസ്സിലാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തേടിയിറങ്ങുന്നത്. ഫോട്ടോഗ്രാഫിയെയും എഴുത്തിനെയും ഏറെ സ്നേഹിച്ച പെബിതയ്ക്ക് തൃശൂർ പിന്നെ ജന്മനാടിനെ വെല്ലുന്ന പോറ്റമ്മയായി. മദപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ പെബിത പകർത്തിയ അപൂർവ ചിത്രം ലോകശ്രദ്ധ നേടി. 1981-ൽ ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള അനുമതിയും പെബിത നേടിയെടുത്തിരുന്നു. ആറ്റൻബറോയുടെ ഗാന്ധി എന്ന വിശ്വപ്രസിദ്ധമായ സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷമിട്ട റോഷൻ സേത്തായിരുന്നു പെബിതയുടെ ജീവിത പങ്കാളി. താൻ ഏറെ സ്നേഹിച്ച നാട് തന്നെ മകളായി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് പെബിത സേത്ത്. താൻ എഴുതിയ ഇൻ ഗോഡ്സ് മിറർ ദ തെയ്യംസ് ഓഫ് മലബാർ എന്ന പുസ്തകം ജില്ലാ കളക്ടർക്ക് സമ്മാനിച്ചാണ് പെബിത സേത്ത് കളക്ടറേറ്റിൽ നിന്ന് മടങ്ങിയത്. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷനാണ്. സാധാരണ മറ്റ് സിറ്റിസൺഷിപ്പിന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ സാധാരണ രജിസ്ട്രേഷനാണ് വരാറ്. എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റീവ്സ്, എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യമായിട്ട് ബന്ധമുള്ള പക്ഷേ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോൺഡ് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത്. ഇപ്പം മാഡം 2024-ലാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ജാനുവരിയിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സിറ്റിസൺഷിപ്പിൻ്റെ. ഇന്നിപ്പോൾ ലാസ്റ്റ് പ്രൊസീജിയറായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിസൺഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ റോൾ ഒബ്സർവർ ജഗന്നാഥൻ ശ്രീനിവാസൻ ജില്ലയിലെത്തി SIR ഹിയറിംഗ് സെന്ററുകൾ സന്ദർശിച്ചു. ജില്ലയിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടറുമായും അദ്ദേഹം അവലോകന യോഗം നടത്തി. ജില്ലയിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി.
അളഗപ്പൻ നഗർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഭിന്നശേഷി വയോജന ഗ്രാമസഭ പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സിനി ബൈജു, ലിറ്റി മേജോ, പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, കെ ഹരിദാസ്, വി വിനീഷ്, സാഹിത്യ മുരളി, വിജീഷ് കുമാർ, സുമ ഉണ്ണികൃഷ്ണൻ, ഷൈനി സിജോ, സെക്രട്ടറി സുഭാഷ്, ICDS സൂപ്പർവൈസർ പ്രതിഭ എന്നിവർ സന്നിഹിതരായി. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പോട്ട പനമ്പിള്ളി കോളേജിന് സമീപം പാറക്കുളം സ്വദേശി തട്ടിൽ വീട്ടിൽ ജോയലാണ് പിടിയിലായത്. ലൈനിങ് ടാറ്റു എന്ന കോഡ് ഉപയോഗിച്ചായിരുന്നു ഇയാൾ ആവശ്യക്കാരുമായി ബന്ധപ്പെട്ടിരുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. പെരിയച്ചിറ കനാൽ റോഡ് ജംഗ്ഷനിൽ വെച്ചാണ് ലഹരിവിരുദ്ധ സേനയും ചാലക്കുടി പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്ത് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജോയൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 2 കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘത്തിലെ GSIമാരായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, GISIമാരായ AU റെജി, MJ ബിനു, ഷിജോ തോമസ്, CPO EV ശ്രീജിത്ത് എന്നിവരും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ GSI OG ഷാജു, GASI KK വിനോദ്, സീനിയർ CPO സുജിത് കുമാർ, CPOമാരായ ദീപു വിജയൻ, അജിത് തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,355 രൂപയും പവന് 1,14,840 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.